നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം സുഗുവാണ്. സുഗു അത് ആരാന്ന് ഇരിക്കുന്നുണ്ടാവില്ലേ? സുഗു എന്ന് പറഞ്ഞാൽ സൂപ്പർ കുറുമ. ഞാൻ എൻ്റെ പേരാണ്. എങ്ങനെയുണ്ട് ഈ സുഗു ഉണ്ടാക്കാൻ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 1 സവാള, 1 കുഞ്ഞു തക്കാളി, റെഗുലർ ഐറ്റംസ് ആയി 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് ആണ്. തലേദിവസം വെള്ളത്തിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് 1 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. അത്രയും മാത്രമേ പാടുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഷ് കറിവേപ്പില വേണം. ഫ്രഷ് കറിവേപ്പില അല്ലെങ്കിൽ അപ്പുറത്തെ വരെ കറിവേപ്പില ഇത് ഒടിച്ചെടുത്തോ കേട്ടോ. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഇത്രയും പച്ചക്കറി, ഒരു പാവം തക്കാളിയും കൂടി വേണം കേട്ടോ. തക്കാളിക്ക് ഒരു ദാക്ഷിണ്യം കൊടുക്കേണ്ട, കണ്ടം കൊണ്ട് വെട്ടിക്കോ. അങ്ങനെ സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം അരിഞ്ഞതും കൂടി ഞാൻ നേരെ അടുക്കളക്കത്തേക്ക് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഗ്യാസ് കത്തിച്ചു, കുക്കർ അടുപ്പത്ത് കുക്കർ നന്നായി ചൂടാക്കിയാൽ ഏതൊക്കെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിനകത്തേക്ക് 1 ഏലക്ക, 1 ഗ്രാമ്പ്, 1 പട്ട ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടി ആഡ് ചെയ്യുക. നന്നായി ചൂടാക്കുക. 1 കാരണവശാലും 1 ഏലക്ക, 1 പട്ട, 1 ഗ്രാമ്പ്, ഈ 3 ചേട്ടന്മാരെയും ഒന്നിൽ കൂടുതൽ ആഡ് ചെയ്യുന്നത് സുഖം ആവില്ല കേട്ടോ. അപ്പോൾ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ ഏതൊക്കെ നല്ല ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്യും. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് ഫ്രഷ് കറിവേപ്പിലാണ്. അപ്പുറത്തെ വീട്ടിലെ കമ്പനി ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അതുകൂടി ചൂടാക്കി കഴിയുമ്പോൾ ഏതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു സവാള ഉണ്ടല്ലോ, സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് അതുകൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ വെച്ച് കുറവായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് വഴറ്റുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നൈസായിട്ട് സ്ലൈസ് ആയിട്ട് ആഡ് ചെയ്യുക. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 മതി, അല്ലെങ്കിൽ 3 ആഡ് ചെയ്യാം. അതിൽ കൂടുതൽ ആഡ് ചെയ്ത് തൊണ്ട പൊഴിഞ്ഞു പോകും. നമ്മൾ ആഡ് ചെയ്യുന്ന സവാളയുടെ പച്ചമുളകൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രം മതി. അതിന് ഒരുപാട് ബ്രൗൺ ആവാൻ പാടില്ല. അതിനകത്തേക്ക് പച്ചക്കറികളായ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. അതിനകത്തേക്ക് നമ്മൾ മല്ലിയിൽ ആഡ് ചെയ്യുക. മല്ലിയിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയിലെടുത്ത് നന്നായിട്ട് ഞെരട് കേട്ടോ. ഞെരടിയിട്ട് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടുതൽ മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് വഴറ്റുക. പച്ചമണം മഞ്ഞപ്പൊടി മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രീൻ പീസ് ആഡ് ചെയ്യുക. ഈ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചിട്ടില്ല, വെറുതെ മഞ്ഞപ്പൊടി ഉപ്പും മാത്രം 1 മിനിറ്റ് ഒന്നും വെറുതെ ചൂടാക്കി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അതുകൂടി ചേർക്കുക. എന്നിട്ട് കുക്കർ അടയ്ക്കുക. 1 വിസിൽ കേൾക്കുക. വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേനും ആവി പോകണ ഒരു വെയിറ്റ് ചെയ്യുക. ആവി പോയി കഴിയുമ്പോൾ തുറന്ന ശേഷം നമുക്ക് കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അതിനകത്തേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില എല്ലാം ഇങ്ങനെ ഞെരടിക്കൊള്ളണം കേട്ടോ. കറിവേപ്പില എന്തെല്ലാം കിട്ടിയാലും ഞെരടിക്കൊള്ളണേ. കറിവേപ്പില അങ്ങോട്ട് ഞെരടി അങ്ങോട്ടേക്ക് ഇടുക. ശരിക്കും പറഞ്ഞാൽ കറി റെഡിയായി. ഇങ്ങനെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സുഖമാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഫ്രഷ് ആയിട്ടുള്ള കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ആഡ് ചെയ്ത് 1.5 മുറി തേങ്ങാപ്പാലുള്ള കട്ടി തേങ്ങാപ്പാലാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൂടി അങ്ങോട്ട് ഡയറക്റ്റ്ലി അങ്ങോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് കറി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പെരിഞ്ചീരക പൊടിയാണ്. കുറച്ച് പെരിഞ്ചീരക കൊടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ചെറിയ ബൗൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചൊന്ന് ചതച്ചൊക്കെ എടുത്തിട്ട് അതുകൂടി അങ്ങോട്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു നുള്ളു ഗരം മസാല കൂടി ആഡ് ചെയ്യുക. കറി റെഡിയായി. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത ശേഷം കറി ഒരു കറക്ഷൻ തിളപ്പിക്കുന്നത് ചൂടാക്കി ബൗളിലേക്ക് മാറ്റി. ഇന്ന് നമ്മൾ സുഖിഞ്ഞോട് കഴിക്കുന്നത് പൂരിയാണ്. ഇത് മാത്രമല്ല ചപ്പാത്തി, ദോശ, ഇടിയപ്പം, അപ്പം എന്നിവ എല്ലാത്തിൻ്റെ കൂടെ യോജിക്കും. ഇതൊന്നും ഇല്ലെങ്കിലും ചോറിൻ്റെ കൂടി കറി കഴിക്കാനും സൂപ്പറാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പൂരി ഉണ്ടാക്കി ഞാൻ വെറുതെ വിളിച്ചേ കണ്ടേ കളിച്ചോണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ വേഗം നമ്മൾ ചിന്തിക്കുന്നത് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. അങ്ങനെ പൂരി മൂപ്പിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ പൂരി ഉണ്ടാക്കുന്ന സമയത്തല്ല ഇത്തിരി മൂപ്പിച്ച് കിട്ടണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഒട്ടും ബ്രൗൺ അല്ലാതെ വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പൂരിക്ക് ഇത്തിരി ബ്രൗൺ കളർ കൂടുതലാണ് കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലായിടത്തും മാറ്റി. അപ്പോൾ ഇനി കറി കഴിക്കാൻ പോവാട്ടോ. ഇനി കറിയും പൂരിയൊക്കെ എടുത്ത് ഞാനങ്ങനെ കഴിക്കാൻ പോവാണ്. ഒന്നും പറയണ്ട എൻ്റെ മക്കളെ, അത്രയ്ക്ക് സ്വാദാണ്. ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സുഖിനെ മാത്രമേ വീട്ടിൽ കേട്ടുള്ളൂ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊക്കെ മറക്കല്ലേ. അപ്പോൾ ഇത്ര കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ കാണാം. അതുവരെ ടാറ്റാ ബേബി ഒക്കെ സീ യു.